പ്യാരെ ബച്ചോ ആദാബ്. ഇന്ന് നമുക്ക് 10ാം ക്ലാസ്സിലെ ദർഹത്ത് ക സായെ എന്ന് പറഞ്ഞിട്ടുള്ള കഹാനിയുടെ മലയാളം എക്സ്പ്ലനേഷൻ ഒന്ന് ചർച്ച ചെയ്യാം. കുറേ മക്കൾ കമൻറ്റ് ചെയ്തിരുന്നു 10ാം ക്ലാസ്സിലെ മുഴുവൻ ചാപ്റ്റേഴ്സ് മലയാളം എക്സ്പ്ലനേഷൻ ചെയ്യുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കൂടുതലായൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദർഹത്ത് ക സായെ, ദർഹത്ത് എന്ന് പറഞ്ഞാൽ പേട്, പേട് ക സായേ തണൽ. സായ എന്ന് പറഞ്ഞാൽ എന്താണ്? തണൽ, മരത്തിൻ്റെ തണൽ. ക്യാ ആപ്നെ കഭി പേടോം കി സായേ മേ बैठ कर उसके मीठे फल खाए हैं? क्या आपने कभी किसी परिंदे को घोंसले बनाते हुए देखा है? അതായത് നിങ്ങളോട് ചോദിക്കുകയാണ്, ക്യാ ആപ്നെ കഭി പേടോം കി സായേ മേ बैठ कर उसके मीठे फल खाए हैं? നിങ്ങൾ ഏതെങ്കിലും മരത്തിൻ്റെ ചോട്ടിൽ അതിൻ്റെ തണലിലിരുന്നിട്ട് അതിൻ്റെ നല്ല മധുരമുള്ള പഴങ്ങൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ക്യാ ആപ്നെ കബി കിസി പരിന്തേക്കോ ഗോൻസലെ ബനാത്തെ. ഗോൻസല എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട് അല്ലേ? അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പക്ഷികൾ കൂട് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ക്യാ ആപ്നെ കബി കിസി സാഫ് സിതരെ താലാബ് മേ തൈർനേക്ക ലുത്ഫ് ഉഡായ ഹേ. ലുത്ഫ് ഉഡാന എന്ന് പറഞ്ഞാൽ ആസ്വദിക്കുക. നിങ്ങൾ ഏതെങ്കിലും സാഫ് സിത്തരെ വൃത്തിയുള്ള താലാബ് മീം, താലാബ് എന്ന് പറഞ്ഞാൽ കുളം അല്ലേ? അപ്പോൾ കുളത്തിൽ തൈറിനേക്കാൾ ലുത്ഫ് ഉഡായ ഹേ, നിങ്ങൾ അതിൽ നീന്തിയിട്ട് ആസ്വദിച്ചിട്ടുണ്ടോ? ഉസി തരയ്ക്ക് ഹസീനാദ്, ഇതേപോലെയുള്ള ഹസീനാദ് എന്നുള്ള ഭംഗിയുള്ള ഓർമ്മകൾ സിന്ദഗീക്കോ, നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ദിൽക്കഷ് ബനാത്തി ഹേ, നമ്മളെപ്പോഴും ജീവിതത്തിൽ ഈ സംഭവങ്ങളെയാണ് നമ്മളെപ്പോഴും ആകർഷകമാക്കുന്നത്. ഹസീൻ ഫിത്രത്ത് കോ ബിഗാഡെ ബിഗായ, ഈ ഭംഗിയുള്ള കാഴ്ചയിൽ, ഫിത്രത്ത് എന്ന് പറഞ്ഞാൽ പ്രകൃതി അല്ലേ? ഈ പ്രകൃതിയിലുള്ള ഈ ഭംഗിയുള്ള കാഴ്ചകളെ ബിഗാഡെ ബിഗായർ, അതിനെ നശിപ്പിക്കാതെ സിന്ദഗി ഗുസാർന, നമ്മൾ ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക, കഴിച്ചു കൂട്ടുക. ഹം സബ്ക, നമ്മുടെ എല്ലാവരുടെയും ഫർസ് ഹേ, കടമയാണ്. അപ്പോൾ നമ്മുടെ പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതികളെല്ലാം നമ്മൾ അതിനെ പാടെ തുടച്ചു മാറ്റിയിട്ട് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനാണ് ഈ ഒരു ചാപ്റ്റർ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് ഈ ഒരു ചാപ്റ്ററിലുടനീളം പറയുന്നത്. അപ്പോൾ ബച്പൻ കി യാദ്, നമ്മുടെ കുട്ടിക്കാലത്തുണ്ടായിരുന്ന ഓരോ ഓർമ്മകൾ നമുക്കെന്നും വളരെ പ്രിയപ്പെട്ടതാണ്. കുട്ടിക്കാലം എന്ന് പറയുമ്പോൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഏറ്റവും അമൂല്യമായൊരു കാലഘട്ടമാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു വ്യക്തിയുടെ കുട്ടിക്കാലത്തുള്ള ചിന്തകൾ, അദ്ദേഹം കഴിഞ്ഞിരുന്ന ആ വീട്, ആ സ്ഥലങ്ങൾ, ആ പൂന്തോട്ടങ്ങൾ, തൻ്റെ ഓർമ്മകളെല്ലാം ഇങ്ങനെ പറയുന്ന ഒരു കഥയാണതിൽ. നമുക്കൊന്ന് നോക്കാം. सड़क के किनारे खड़ा होकर वो अपने पुराने घर और उसके बाग को देखने लगा. സടക്ക് കെ കിനാര, അത് റോഡിൻ്റെ സൈഡിൽ ഗഡ ഹോക്കർ നിന്നുകൊണ്ട് വാപ്പിനെ, അദ്ദേഹം തൻ്റെ പഴയ, പുരാന എന്ന് പറഞ്ഞാൽ പഴയ, ഘർ വീട്, ആ ഉസ്കി ബാഗ് അതിലുള്ള തോട്ടം, ദേക്കിനെ ലഗ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇസ് പുരാനെ ഘർ കോ ജ്യാദ തബ്ദീലി നഹീം ആയി തി, ആ പഴയ വീടിന് അധികം മാറ്റങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. തബ്ദീലി എന്ന് പറഞ്ഞാൽ എന്താണ്? മാറ്റങ്ങൾ. കഠൽ കാ പേട് അബ് ഭി ഘർ പർ സായെ ഡാലെ ഗഡാത്ത, അപ്പോൾ ഇപ്പോഴും ആ, അതായത് കഠൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്ക അല്ലേ? അപ്പോൾ ആ പ്ലാവ് അബ് ഭി ഇപ്പോഴും ഘർ പർ സായെ ഡാലെ ഗഡാത്ത, ഇപ്പോഴും ആ വീടിന് തണലേകിക്കൊണ്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഉസ്കോ അപ്പനി ദാദി കി ബാത്ത് യാദ് ആയി, അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ ദാദിയുടെ, തൻ്റെ മുത്തശ്ശിയുടെ ഓർമ്മ ഇങ്ങനെ വരികയാണ്. ദാദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഇങ്ങനെ യാദ് ആയി, ഓർമ്മ വന്നു. മുത്തശ്ശി പറഞ്ഞിട്ടുള്ള ആ കോട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ചാപ്റ്റർ എന്ന് ചോദിക്കാവുന്ന ഒരു കോട്ടാണ്. അപ്പോൾ ഇത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജിസ് ഗർമെ ദരഖ്ത് കാ സായെ പടുത്താ ഹെ ഉസ് ഗർമെ ബർക്കത്ത് ഹോത്തി ഹെ, അതായത് ഏത് വീട്ടിലാണോ മരത്തിൻ്റെ ആ ഒരു തണൽ, നിഴൽ വീഴുന്നത്, ആ വീട് ആ മരം കൊണ്ട് അനുഗ്രഹീതമാണ്. ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുഗ്രഹം അല്ലേ? ദരഖ്ത് എന്ന് പറഞ്ഞാൽ പേട്, സായ എന്ന് പറഞ്ഞാൽ തണലൊക്കെ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു കോട്ട് നന്നായിട്ട് മക്കൾ ശ്രദ്ധിച്ച് വെക്കാം. ഈ ഒരു കോട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ഈ ഒരു ജോസഫിൻ്റെ ദാദിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഈ ഒരു ഡയലോഗിൽ പറയുന്നത് ഓരോ വീടിൻ്റെയും അനുഗ്രഹമാണ് ഓരോ മരങ്ങളും. മരവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെയാണ് അവിടെ പറയുന്നത്. जोसेफ ने सोचा कि उस घर के मौजूदा मालिक को भी दरख्त की बरकतें मिल रही होगी.
അതായത് ജോസഫ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഉസ് ഗർക്കെ മൗജൂദ മാലിക്, ഇപ്പോഴത്തെ ആ വീട്ടിലെ യജമാനനും ആ ദർഹത്ത്ക്ക് ബർക്കത്തെയും ആ ഒരു മരത്തിൻ്റെ ബർക്കത്തുകൾ ഇപ്പോഴും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആപ്പ് ക്യാ ദേഖ് രഹേ ഹേ എക് ആവാസ് ആയി. അപ്പോഴാണ് ഒരു ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. ആപ്പ് ക്യാ ദേഖ് രഹേ, നിങ്ങൾ എന്താണ് ഈ നോക്കുന്നത് അല്ലേ, എന്താണ് ഈ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹം ആ ഒരു ശബ്ദം കേട്ട് തിരിയുന്നത്. ദേഖാതോ, അദ്ദേഹം നോക്കിയപ്പോൾ ചംകീലി ആങ്കോ വാലി എക് ചോട്ടീസി ലഡ്കി, നല്ല ചംകീലി എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, ആങ്കവും വലിയ കണ്ണുകളുള്ള എക് ചോട്ടീസിലേക്ക് ഒരു ചെറിയ പെൺകുട്ടി ഉസ്കോ ദേഖ് രഹി തി, അദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മേം എ ഘർ ദേഖ് രഹാഹും, അപ്പം അദ്ദേഹം അതിന് മറുപടി പറയുകയാണ്, ഞാൻ ഈ വീട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ക്യാ യേ തുമാരാ ഹേ, ജോസഫിനെ പൂച്ച. ജോസഫ് ആ കുട്ടിയോട് ചോദിക്കുകയാണ്, ക്യാ യേ തുമാരാ ഹേ, അല്ലത് നിങ്ങളുടെ വീടാണോ? നെഹീം എ മേരെ വാലിദ് കാ ഹേ, അപ്പോൾ ആ കുട്ടി പറയാണ്, അല്ല എൻ്റെ വാലിദിൻ്റെതാണ്, അതായത് എൻ്റെ അച്ഛൻ്റെ വീടാണെന്ന് പറയാണ്. ക്യാ ആപ്പ് ഈ ഘർ അപ്പനാന ചാഹത്തേ ഹേ, അപ്പോൾ ആ കുട്ടി ചോദിക്കണം, അല്ല നിങ്ങൾ ഈ വീട് അപ്പനാന ചാഹത്തേ, നിങ്ങളത് സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ലഡ്ക്കിന് താജ്ബ് സേ പൂച്ച, ആ ലഡ്ക്കി വളരെ ആശ്ചര്യത്തോടു കൂടെ ചോദിച്ചു. അപ്പോൾ ചെറിയ ഒരു കുട്ടിയാണ്, അപ്പോൾ അവളുടെ കുറച്ച് കുസൃതി കലർന്നിട്ടുള്ള സംഭാഷണമാണ് അവിടെ ആ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, നെഹീം ബേട്ടി, ഇല്ല മോളെ, എ മേരാ ഘർ ഥാ, ഇതെൻ്റെ വീടായിരുന്നു. മേം 25 സാൽ പെഹലെ, ഞാനൊരു 25 വർഷം മുന്നേ ഉസ് ഗർമേം രഹത്താത്ത, ഞാൻ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. മേര ബച്പൻ, എൻ്റെ കുട്ടിക്കാലം, ഔർ ജവാനി, എൻ്റെ യുവത്വവും, മേം യഹാം ഗുസരീത്തി, ഞാൻ ഇവിടെ ആയിരുന്നു കഴിച്ചു കൂട്ടിയിരുന്നത്. മേരി ദാദിക്ക് ഇന്തിക്കാൽ കെ ബാദ്, അപ്പം എൻ്റെ മുത്തശ്ശിയുടെ മരണത്തിന് ശേഷം ഹം എ ഘർ ബേജ് കർ ചലേഗെ, ഞങ്ങൾ ഈ വീട്, ബേജന എന്ന് പറഞ്ഞാൽ വിൽക്കുക, അപ്പോൾ ഞങ്ങൾ ഈ വീട് വിറ്റിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് പോയതാണ്. ഈ സുൻകർ ലഡ്ക്കി കുച്ച് ദേർ ഹാമുഷ് രഹി, അപ്പോൾ ഇത് കേട്ടപ്പോൾ ഈ പെൺകുട്ടി കുറച്ച് നേരം ഒന്ന് സൈലൻ്റായി. ഹാമുഷിന എന്ന് പറഞ്ഞാൽ ഹാമുഷ് എന്ന് പറഞ്ഞാൽ എന്താ, നിശബ്ദമാവുക അല്ലേ, അപ്പോൾ അവൾ നിശബ്ദമായി. ഫിർ ഉസ്നെ കഹ, എന്നിട്ട് അവൾ ചോദിച്ചു, ഷായത് ആപ്പ് ഉസ് ഘർ കോ ഖരീദനെ की ख्वाहिश रखते हैं लेकिन पैसे न होने की वजह से ഇൻകാർ കർ രഹേ ഹേ, അതായത് ഷായത് ഒരു പക്ഷേ ആപ്പ് ഉസ് ഘർ കോ, നിങ്ങൾ ഈ വീടിന് ഖരീദിനേക്ക് ഖ്വാഹിഷ് രഖ്ത, നിങ്ങളിത് വാങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ലേക്കിൻ എന്നാൽ പൈസ എന്ന ഹോനേക്ക് വജാ സെ, പക്ഷെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, ഇൻകാർ കർ രഹേ, നിങ്ങളത് നിരസിക്കാണ്. നെഹി ബേട്ടി, ഇല്ല മോളെ അങ്ങനെയൊന്നുമില്ല, ഐസ നെഹി ഹേ അല്ലേ, അങ്ങനെയൊന്നുമല്ല. മീ ബസ് ഉസെ ദേഖിന ചാഹത്താത്ത, ഞാൻ ഇത്രേ ചിന്തിച്ചിട്ടുള്ളൂ, എനിക്കിതൊന്ന് കാണുക എന്ന് മാത്രമേ ഞാനിത് ആഗ്രഹിച്ചിട്ടുള്ളൂ. ജോസഫിനെ മുസ്കുരാത്തെ ഹുയെ കഹ, അദ്ദേഹം ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മുസ്കുരാന എന്ന് പറഞ്ഞാൽ പുഞ്ചിരിക്കുക. തും ഉസ് ഗർമീം കബ് സെ രഹത്തി ഹോ, ജോസഫിനെ ലഡ്കി സെ പൂച്ച. അപ്പോൾ ഈ ഡയലോഗുകളൊക്കെ ഓർത്ത് വെക്കുക, ഇത് ആരോട് പറഞ്ഞു, ഏ കോൻ കിസ് സെ കഹത്താ ഹേ അല്ലേ, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരാം കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ ഡയലോഗുകളൊക്കെ മക്കൾ തീർച്ചയായിട്ടും അതൊക്കെ ഒരു അണ്ടർലൈൻ ചെയ്ത് തന്നെ പഠിക്കുക. ആരോട് പറഞ്ഞു എന്നുള്ള ഒരു ചോദ്യം ഷുവറാണ്, 2 മാർക്കിൻ്റെ ചോദ്യമായിട്ടാണ് വരിക. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ചോദ്യങ്ങളാണ്. അപ്പോൾ എല്ലാ പാഠങ്ങളിലെ എല്ലാ കഥകളിലെ ഡയലോഗുകളൊക്കെ പ്രത്യേകം തന്നെ നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, നമുക്ക് ബാക്കി ഭാഗം നോക്കാം. ജോസഫിനെ മുസ്കുരാത്തെ ഹുയെ കഹ, ജോസഫ് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തും ഉസ് ഘർ മേ കബ് സെ രഹത്തെ ഹോ, ജോസഫിനെ ലഡ്കി സെ പൂച്ച. അപ്പോൾ അദ്ദേഹം ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, തും ഇസ് ഘർ മേ, നിങ്ങൾ ഈ വീട്ടിൽ കബ് സെ രഹത്തെയോ, എപ്പോൾ മുതലാണ് ഇവിടെ താമസമാക്കിയത്? അതിന് മറുപടിയായിട്ട് പെൺകുട്ടി പറഞ്ഞു, നോക്കൂ, 3 സാൽ സെ, 3 വർഷമായി. ലഡ്ക്കീനെ തർബൂസ് ഗാത്തേ ഹുയെ കഹ, ലഡ്ക്കി ഇങ്ങനെ വത്തയ്ക്കൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. ദോനോക്ക് ബാത്യം സുൻകർ, അപ്പോൾ 2 പേരുടെയും സംസാരം ഇങ്ങനെ കേട്ടുകൊണ്ട് ഉസ്കി വാലിദ്, ആ പെൺകുട്ടിയുടെ വാലിദ് അച്ഛന് ഫറാസ് സാഹിബ്, അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ, അടുത്ത കഥാപാത്രമാണ് ഫറാസ് സാഹിബ്, ബാഹ്റായി പുറത്തേക്ക് വന്നു. ജോസഫിനെ ഫറാസ് സാഹിബ് സെ അപ്പന താറുഫ് കിയ, താറുഫ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുക. അപ്പോൾ ജോസഫ് എന്ത് ചെയ്തു, ഫറാസ് സാഹിബിന് തന്നെ പരിചയപ്പെടുത്തി കൊടുത്തു. ആയേ ജോസഫ് ബായി പൈറ്റ്കർ ബാത്തേങ്കരെ, അപ്പോൾ നമ്മുടെ ഫറാസ് സാഹിബ് ഇദ്ദേഹത്തെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. ജോസഫ് ബായി ഇങ്ങോട്ട് അകത്തേക്ക് വരൂ, നമുക്കിവിടെ ഇരുന്നിട്ട് സംസാരിക്കാം. ഫറാസ് സാഹിബ് और जोसेफ अपनी बेटी को लेकर बाग की तरफ चले,
അപ്പോൾ നമ്മുടെ ഫർഹാദ് സാഹിബും ഈ ജോസഫും തൻ്റെ മോളെയും കൂട്ടിയിട്ട് ബാക്കി തറഫിച്ചൽ പൂന്തോട്ടത്തിൻ്റെ ഭാഗത്തേക്ക് നടന്നു. ചലത്തെ ഹുയെ ജോസഫ് കോ ആം കെ ദരഖ്ത് കെ നീച്ചെ പത്തർ കാ ബെഞ്ച് നസറായ. അപ്പോൾ ഇവർ നടന്നിങ്ങനെ പോകുന്ന സമയത്ത് ജോസഫ് ആം കെ ദരഖ്ത് കെ നീച്ചെ, ആ ഒരു മാവിൻ ചുവട്ടിലായിട്ട് ഒരു പത്തർ കാ ബെഞ്ച്, ഒരു കല്ലിൻ്റെ ഒരു ബെഞ്ച് കണ്ടു. ജിസ് പർ ഉസ്കി ദാദി ആരാം കിയാ കർത്തേത്തി. അപ്പോൾ അതിലായിരുന്നു അവരുടെ ദാദി വിശ്രമിച്ചിരുന്നത്. ആരാം എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്രമം. അപ്പോൾ ആ ഒരു ബെഞ്ചിലായിരുന്നു തൻ്റെ ദാദി വിശ്രമിച്ചിരുന്നത്. ചലോ യഹീം ബൈത്തേ ഹേ. അപ്പോൾ അദ്ദേഹം ജോസഫിനെ ജോസഫ് പറയാണ്, നടക്കും, നമുക്ക് അവിടെ ഇരിക്കാം. തീനോ ബെഞ്ച് പർ ബൈറ്റ് കെ. അങ്ങനെ 3 പേരും ആ ബെഞ്ചിലിരുന്നു. മാർച്ച് ക മഹീനേത്ത, മാർച്ച് മാസമായിരുന്നു. ആം കെ ദർഖ്ത് പർ ബഹുത്ത് ആംതെ, ആ ഒരു മാവിൽ നിറയെ മാങ്ങകളുണ്ടായിരുന്നു. പക്കേ ആം കി ഖുശ്ബു ബാഗമി ഫൈൽ ഗെയ്ത്തി. പക്കേ ആം കി ഖുശ്ബു, പക്കേ ആം എന്ന് പറഞ്ഞാൽ എന്താണ്? പാകമായിട്ടുള്ള ആ മാമ്പഴത്തിൻ്റെ ഖുശ്ബു, അതിൻ്റെ സുഗന്ധം, ഭാഗമേം ആ പൂന്തോട്ടത്തിലാകെ ഫൈൽ ഗെയ്ത്തിൽ പരന്നിട്ടുണ്ടായിരുന്നു. ജോസഫ് കുച്ച് ദേർ ഖാമുഷിര, കുറച്ച് നേരം ജോസഫ് ഇങ്ങനെ സൈലൻ്റായി. ഉസ്നെ ആങ്കേ ബന്ദ് കിയ, അദ്ദേഹം തൻ്റെ കണ്ണുകളിങ്ങനെ അടച്ചിട്ട് അവർ യാദോ മിഗം ഹോകയ, തൻ്റെ ഓർമ്മകളിങ്ങനെ ഓരോന്നായിട്ട് അദ്ദേഹം ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നത്, തൻ്റെ ഓർമ്മകളിലിങ്ങനെ മുഴുകിക്കൊണ്ടിരുന്നു അദ്ദേഹം. പിയാനോയ്ക്ക് മൗസിക്ക്, പിയാനോയുടെ ആ ഒരു മ്യൂസിക്. ദാദാ കി ഗഡി കി ഗണ്ടി, ആ ദാദയുടെ ആ ക്ലോക്കിൻ്റെ ആ ഒരു മണിനാദം. ചിരിയോമിക്ക് മുസൽസിൽ ചഹചഹാട്, പക്ഷികളുടെ ആ ഒരു മുസൽസിലായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു ചിലക്കിൽ. ദാദാക്ക് സാത്തൂൻക്ക് മോട്ടോർ ഗാഡി പർ ഘൂമന, ദാദയുടെ കൂടെ അദ്ദേഹത്തിൻ്റെ മോട്ടോർ സൈക്കിളിലുള്ള ആ ഒരു ചുറ്റിക്കറങ്ങൽ. അപ്പോൾ ഇതെല്ലാം തന്നെ അദ്ദേഹം ഇങ്ങനെ കണ്ണുകൾ അടച്ചുകൊണ്ട് തൻ്റെ ഓർമ്മയിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങി ചെല്ലുകയാണ്. ജോസഫിനെ ആംഖേം ഖോൽത്തെ ഹുയെ കഹ, ജോസഫ് കണ്ണുകൾ തുറന്നുകൊണ്ട് പറഞ്ഞു, മീ ബച്പൻമേ, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കട്ടഹൽ കെ ദരഖ്ത് പർ ചടുത്താത്ത, ഈ ഒരു പ്ലാവിലൊക്കെ ഞാൻ നന്നായിട്ട് കയറുമായിരുന്നു. മേംനെ ഉസ്മി കാഫി വക്ത് ഗുസാരാത്ത, ഞാൻ എൻ്റെ അധിക സമയവും ഞാൻ ചിലവഴിച്ചിരുന്നത് ആ ഒരു കട്ടഹൽ കാ പേടിലായിരുന്നു. ക്യാ ആപ്പ് ദുബാര പേട് പർ ചടന ചാഹത്തെ ഹേ, ലഡ്കീനെ ഹൻസ്തെ ഹുയെ കഹ. അപ്പോൾ ആ ഒരു കുസൃതിക്കാരിയായിട്ടുള്ള ആ ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, അവൾ പുഞ്ചിരിച്ചുകൊണ്ട് കളിയൊക്കെ കൊണ്ട് ചിരിച്ച് ചോദിക്കുകയാണ്, ക്യാ ആപ്പ് ദുബാര പേട് പർ ചടന ചാഹത്തെ ഹി. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിൽ രണ്ടാമതൊന്ന് കയറാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നെഹി നെഹി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല ഇല്ല, അബ് മേ നെഹി ചട് സക്ത, ഇപ്പം അതിൽ കയറാനൊന്നും സാധിക്കില്ല. ചലോ ഉസ് കട്ഹൽ കെ ദരഖ്ത് കെ നീച്ചെ ചന്ദ് മിനിറ്റ് ബൈറ്റ് കർ ബാത്തേം കരും. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ്, ചലോ എന്നാൽ നടക്കും, നമുക്ക് ആ ഒരു പ്ലാവിൻ ചുവട്ടിലിരുന്നിട്ട് കുറച്ച് മിനിറ്റുകൾ നമുക്ക് അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം. ഓ കട്ഹൽ കെ സായമേ ബൈറ്റ് കെ. അങ്ങനെ അവർ എല്ലാവരും കൂടെ ആ പ്ലാവിൻ ചുവട്ടിൽ അതിൻ്റെ തണലിൽ ഇരുന്നു. ഈ മേരി പസന്ദീദ ജഗാത്തി, ഇതായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട സ്ഥലം. ക്യാ തുംകോ വോ മോട്ടി ഷാഹ് നസർ ആത്തി ഹെ, നിങ്ങൾക്ക് ആ തടിച്ച ഷാഹ് എന്ന് പറഞ്ഞ കൊമ്പ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഉസ്കി ആധേ രാസ്തേ പർ, അതിൻ്റെ പകുതി വഴിയിൽ പർ ഏക്ക് ചോട്ടാ സാ ഘോഘ്ല ഹിസ്സ ഹെ ജിസ്മേ മേം അപ്പനെ ഖസാനോം കാ ചിപ്പാക്കർ രഖ്താത്ത. അപ്പോൾ അതിൻ്റെ ആ ഒരു തടിച്ച മരത്തിൻ്റെ കൊമ്പിൽ ഒരു ഘോഘ്ല എന്ന് പറഞ്ഞാൽ പൊള്ളയായിട്ടുള്ളൊരു ഭാഗം. അപ്പോൾ അതിലൊരു പൊള്ളയായിട്ടുള്ള ഭാഗമുണ്ട്, അതിൽ പകുതിക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു പൊള്ളയായിട്ടുള്ള ഭാഗം കാണാം. അതിലായിരുന്നു എൻ്റെ ഖജനാവ്, അതായത് എനിക്ക് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഞാൻ അതിലായിരുന്നു ചിപ്പാക്ക രഖ്താത്ത, ഒളിപ്പിച്ചിരുന്നത്. ചിപ്പന എന്ന് പറഞ്ഞാൽ എന്താണ്? ഒളിപ്പിക്കുക. കൈസി ഖസാനെ, ലഡ്കിനെ താജ്ജുബ് സെ പൂച്ച. അപ്പോൾ ലഡ്കിക്ക് ഭയങ്കര ആശ്ചര്യമായി അല്ലേ, അത്ഭുതമായി. കൈസി ഖസാനെ, അപ്പോൾ ഇതിലെങ്ങനെയാണ് ഒരു ഖജനാവായിട്ട് ഇതെങ്ങനെയാണ് സൂക്ഷിക്കുന്നത് എന്നുള്ളത്. ഐസി കുച്ച് ഖാസ് കീമത്തി ഖസാനേനെയും, നീ വിചാരിക്കുന്ന പോലെ വലിയ പിടിപ്പുള്ള ഖസാനയൊന്നും അല്ലാത്ത, സിറഫ് ചന്ദ് പുരാനെ സിക്കെ, അതിലെന്ത് മാത്രം ഉണ്ടായിരുന്നത്? പുരാനെ സിക്കെ, കുറച്ച് പഴയ നാണയത്തുട്ടുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ജോ മേനെ ജമ്മ് കീയത്തെ, ഞാൻ കളക്ട് ചെയ്ത് വെച്ചിരുന്ന കുറച്ച് പഴയ നാണയത്തുട്ടുകൾ മാത്രമാണ് അതിലുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് പുസ്തകങ്ങളും അല്ലേ. ഓർ ചന്ദ് കിതാബിൻ. ലഡ്കിക്ക തജസ്സുസ് ബഡ് ഗയ, തജസ്സുസ് എന്ന് പറഞ്ഞാൽ ജിജ്ഞാസ, ലഡ്കിയുടെ ആ ജിജ്ഞാസ വർദ്ധിച്ചു. ജോസഫ് കി യാദേം ഓർ താസാം ഹോനെ ലഗിയെത്തി, ജോസഫ് തൻ്റെ ഓർമ്മകളിങ്ങനെ പുതിയതാക്കിക്കൊണ്ടിരിക്കുകയാണ്. താസ ഹോനെ, അതായത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്നെ അപ്നി ബാത്ത് ജാരി ലഗി, അദ്ദേഹം തൻ്റെ വാക്കുകളിങ്ങനെ തുടർന്നു.
तुम जानती हो मीम एक कौवा जैसा था तमाम चमकदार चीज़ें जम कर लेता था. ഞാൻ തും ജാൻതി ഹോ നിങ്ങൾക്കറിയോ മീം ഏക കവ്വ ജൈസാത്ത ഞാനൊരു കാക്കേനെ പോലെയായിരുന്നു. തമാം ചമക്കദാർ ചീസും ജമ്മ കർലിയത്ത് ഞാൻ എല്ലാ തിളങ്ങുന്ന എന്ത് സാധനങ്ങൾ കണ്ടാലും ഞാനതെല്ലാം കളക്ട് ചെയ്ത് കൊണ്ടുവരുമായിരുന്നു. ഉൻ സബ് ചീസും സെ പേടിക്കോ കോകലെ ഹിസ്സേമേ ചുപ്പാതേത്താത്ത എന്നിട്ട് ഞാനതെല്ലാ സാധനങ്ങളും കളക്ട് ചെയ്തിട്ട് ആ പേടിൻ്റെ ആ മരത്തിൻ്റെ കോകലെ ഹിസ്സേമേ അതായത് തൻ്റെ ഖജനാവായിട്ട് സൂക്ഷിച്ചിരുന്ന ആ ഒരു പൊള്ളയായ ഭാഗത്തായിരുന്നു ചുപ്പാദേത്താത്ത ഒളിപ്പിച്ചിരുന്നത്. ഉന്മേ മേരെ ദാദാക്ക ഐറൻ ക്രോസ് തേ ജോ ഉൻകെ തൊഫെ മേ മിലി തി. ഉന്മേം അതിൽ മേരെ ദാദാക്ക് ഐറൻ ക്രോസ് ബി തി അദ്ദേഹത്തിൻ്റെ മുത്തശ്ശൻ്റെ ഐറൻ ക്രോസ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ പട്ടാളക്കാർക്ക് ധീരതയ്ക്കായിട്ട് നൽകുന്ന ഒരു പതക്കാണ്, ഒരു മെഡലാണത്. തൻ്റെ ദാദ പട്ടാളത്തിലിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരുന്ന ഒരു സമ്മാനമായിരുന്നു ആ ഒരു ഐറൺ ക്രോസ് എന്ന് പറഞ്ഞാൽ. അതും അതിലായിരുന്നു ഞാൻ ഒളിപ്പിച്ചിരുന്നത്. അപ്പോൾ ഈ പെൺകുട്ടി ചോദിക്കുകയാണ്, ക്യാ ആപ്കെ പാസ് വോ ഐറൺ ക്രോസ് അബ് ബി ഹേ, അല്ല നിങ്ങളുടെ അടുത്ത് ഇപ്പോഴും ആ ഐറൺ ക്രോസ് ഉണ്ടോന്ന്. ലഡ്കിനെ ഹൈരിയത് സെ ദരിയാഫത്ത് കി, അവൾ വളരെ ആശ്ചര്യത്തോടു കൂടെ തിരക്കി. നെഹീം ഇല്ല, മേനെ ഉസെ കട്ഹൽ കെ ദറഖ്ത് മേ ചോട് ദിയാത്ത, ഇല്ല ഞാനത് ഈ ഒരു മരത്തിൽ തന്നെ ഞാനത് ഉപേക്ഷിച്ചിരുന്നു. തും യഹാ ബൈട്ടോ, നിങ്ങളിവിടെ ഇരിക്കൂ, അവർ മേരാ ഇന്തസാർ കരോ, എന്നിട്ട് നിങ്ങളെന്നെ പ്രതീക്ഷിച്ചിരിക്കൂ, മേ ജാക്കർ ദേക്കൂങ്ങി, ഞാനിപ്പോൾ അത് നോക്കിയിട്ട് വരാം. ഈ കഹത്തെ ഹുയെ ലഡ്കി ഭാഗി, ഇതും പറഞ്ഞുകൊണ്ട് അവൾ നേരെ ഓടി അവർ കടലിക്ക് ദരത്ത് പർ ചടനിലേക്ക്, എന്നിട്ട് നേരെ ആ പ്ലാവിലേക്ക് ചാടി അതിലേക്ക് കയറാനായിട്ട് തുടങ്ങി. തോടി ഹി ദേർ മീൻ ഓ ഉസ് കോക്കിലെ ഹിസ്സത്തേക്ക് പहुंची, അവളെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അവൾ അവിടെ എത്തിച്ചേർന്നു. ആ ഗോഖലെ ഹിസ്സയിൽ അവൾ എത്തി. മുझे മിൽ ഗയാ കുച്ച് മിൽ ഗയാ, എന്നിട്ട് അവൾ വിളിച്ച് പറയുകയാണ്, മുझे മിൽ ഗയാ, എനിക്ക് കിട്ടി, ഇങ്ങനെ കുച്ച് മിൽ ഗയാ. ലഡ്കി ജോർ സേ പുകാർത്തി ഹുയി നീച്ചെ ഉത്തരി, അതും പറഞ്ഞുകൊണ്ട് അവൾ അതും വിളിച്ച് പറഞ്ഞുകൊണ്ട് അവൾ താഴെ ഇറങ്ങി. ഏക്ക് ജംഗ് ആലോദ് പുരാനെ ഐറൻ ക്രോസ് തി, അപ്പോൾ അത് ഒരു പഴയ ജംഗ് ആലോദ് എന്ന് പറഞ്ഞാൽ എന്താണ്, തുരുമ്പിച്ചിട്ടുള്ള ഒരു ഐറൻ ക്രോസ് ആയിരുന്നു. ജോസഫിനെ ഐറൻ ക്രോസ് അപ്പനെ ഹാത്തിമേ ലേത്തെ ഹുയെ കഹ, ജോസഫ് ആ ഒരു ഐറൻ ക്രോസ് തൻ്റെ കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഹാം ഹാം യഹി ഹേ, അതെ അതെ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഐറൻ ക്രോസ് എന്ന്. അബ് മീ സമझ गई, ഇപ്പം എനിക്ക് മനസ്സിലായി, ആപ്പ് യഹാ മുസ് ഐറൻ ക്രോസ് की तलाश में आए थे, ഇപ്പം എനിക്ക് മനസ്സിലായി നിങ്ങൾ ഈ ഒരു ഐറൻ ക്രോസ് അന്വേഷിച്ചിട്ട് വന്നതാണ്. ആ പെൺകുട്ടി പറയുകയാണ്. ജോസഫിനെ ഉഡ്കർ ഐറൻ ക്രോസ് ലഡ്കിക്ക് ഹാത്ത് മേ രഖ്തേ ഹുയെ കഹ, അപ്പോൾ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ ജോസഫ് എന്ത് ചെയ്തു, ഐറൻ ക്രോസ് ആ പെൺകുട്ടിയുടെ കയ്യിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞു, മേ യഹാം ഐറൻ ക്രോസ് കെ ലിയെ നഹീം ആയാത്ത, ഞാൻ ഒരിക്കലും ഈ ഒരു ഐറൻ ക്രോസിന് വേണ്ടിയിട്ട് വന്നതല്ല. അപ്പനെ ബച്പൻക്ക് തലാഷ്മയും ആയാത്ത, ഞാൻ എൻ്റെ കുട്ടിക്കാലം അന്വേഷിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഈ ഒരു ഡയലോഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മേ യഹാം ഇസ് ഐറൻ ക്രോസ് കെ ലിയെ നഹീം ആയാത്ത അപ്പനെ ബച്പൻക്ക് തലാഷ്മയും ആയാത്ത. അപ്പോൾ ഈ ഒരു ഡയലോഗ് വെച്ചിട്ട് നിങ്ങൾക്ക് ചോദ്യങ്ങൾ വരാം. അതേപോലെ മുന്നേ പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് അല്ലേ, അതായത് ദാദി പറഞ്ഞിട്ടുള്ളത്, ആ രണ്ട് ഡയലോഗുകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കാം. അപ്പോൾ ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ചോദിക്കുക, പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ശുക്രിയ, ഖുദാ ഹാഫിസ്.